ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർന്ന് വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പും പിന്നെ ഇത് അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കടുക്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ജാറിലാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. അതത്രയും. ഇനി നമുക്ക് പരിപ്പ് കറിക്ക് കടുക് വറുക്കാനും ചേർക്കാനുമുള്ള ചേരുവകളാണ്. അത് എന്തൊക്കെയാണെന്ന് കാണാം. മുഴുവനായിട്ടുള്ള കൊച്ചുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് 2 വറ്റൽമുളക്. ഇത്രയുമാണ് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് വെള്ളം ചേർത്ത് നല്ലോണം ആ തേങ്ങ ഒതുക്കിയെടുക്കാം. നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു കുക്കറിൽ പരിപ്പിട്ട് മുഴുവനായിട്ട് കൊച്ചുള്ളി, 2 പച്ചമുളകും കീറിയിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത്, കുറച്ച് വെളിച്ചെണ്ണ മതി, കാരണം അതൊന്ന് നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. വെളിച്ചെണ്ണയും ചേർത്ത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേകുമ്പോൾ ആ ഉപ്പൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത്, വെള്ളം നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ച് നമുക്ക് ഒരു 2 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പരിപ്പൊന്ന് നല്ലോണം ഉടച്ചെടുക്കണം. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ച് എടുക്കാം. മുഴുവൻ ഉടയ്ക്കേണ്ട, എന്നാൽ ഒരു മീഡിയം ഇതാക്കി നമുക്ക് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഉടച്ചെടുത്ത പരിപ്പിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർക്കാനുള്ള സമയമായി. അതിനു മുമ്പ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുക്കണം. ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ഇത് ഉടച്ചെടുത്തിട്ട് വേണം നമ്മുടെ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. അതാണ് ഞാൻ ഈ നല്ലോണം ഉടച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചേക്കുന്നത് നമ്മുടെ തേങ്ങ അരപ്പാണ്. നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നമ്മുടെ ഈ വെന്ത പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറേശ്ശെ ചേർത്ത് ഇളക്കി നോക്കി ആവശ്യത്തിന് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് നല്ലോണം ഇളക്കി ആ പരിപ്പും ആ തേങ്ങ അരപ്പും കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. ഇത് ഞാനിനി ഒന്ന് തിളയ്ക്കാൻ വിടുന്നുണ്ട്. ചിലർ പറയും തിളപ്പിക്കരുതെന്ന്, പക്ഷെ ഞാൻ തിളയ്ക്കാൻ വിടുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് തിളയ്ക്കാൻ വിടുന്നുണ്ട്. വെള്ളം ആവശ്യത്തിന് ചേർക്കുക, കാരണം പരിപ്പ് കറി കുറുകിക്കോളും. നല്ലോണം ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നെയ്യാണ് കടുക് വറുക്കുമ്പോൾ ചേർക്കാൻ ഏറ്റവും നല്ലത്. പക്ഷേ നെയ്യില്ലാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലോണം ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം ചൂടായി കഴിയുമ്പം നമുക്കിതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഞാൻ കുറച്ച് തോനെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കടുക് വറുത്തെടുക്കാം. ഇപ്പുറത്ത് മോരേറ് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ചേർക്കാം. ഈ മോരേറയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കയറി ഒന്ന് കാണണേ. കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നല്ലോണം പൊട്ടുന്നുണ്ട്. കടുക് നല്ലോണം പൊട്ടി വരുമ്പം ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളി, അത് ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽമുളക് 2 എണ്ണം പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലോണം മൂപ്പിച്ച് എടുക്കണം. നല്ലോണം വറുത്ത് എടുക്കണം. കുറേ നേരം ഇളക്കി ആ മുളക് ഒക്കെ ഒന്ന് നല്ലോണം വറുത്ത് ആ മുളകിലൊക്കെ എണ്ണയൊക്കെ പിടിച്ച് വരണം. കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം വാടി ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് അത്യാവശ്യം വഴറ്റിയെടുക്കാം. ചിലരിതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വഴറ്റി ചേർക്കാറുണ്ട് ഈ കടുക് വറുക്കുമ്പോൾ തന്നെ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഞാനിപ്പോൾ നോർമലി ഇത് ഇത്രയും മാത്രമായിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ ഓൾറെഡി പരിപ്പ് വേവിച്ചപ്പോഴും അരപ്പിലും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് കൂട്ടിയും കുറച്ചും വെച്ച് നമ്മുടെ കടുക് നല്ലോണം വറുത്തെടുക്കാം.
കടുക് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടുക് വറുത്തത് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പ് കറി നല്ല അടിപൊളി പരിപ്പ് കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ 100% ഗ്യാരണ്ടിയാണ്. സദ്യക്കൊക്കെ വിളമ്പാൻ അടിപൊളിയാണ്. അപ്പോൾ ബൈ.